നെക്സ്റ്റ് ഇവിടെ ഗ്രീൻ ഗ്രാം നമ്മളെ ചെറുപയർ ചെടി, പയർ ചെടിയുണ്ട്, അതുപോലെ കോൺ ചെടിയുണ്ട്. അപ്പോൾ നമ്മൾ പയർ ചെടിക്ക് 2 കോട്ടിലിടുന്നുണ്ട്. ദ പീ പ്ലാന്റ് ഹാസ് 2 കോട്ടിലിഡൻ. പീ പ്ലാന്റിന് 2 കോട്ടിലിടണുണ്ട്. ബട്ട് നമ്മളെ കോണിന് ചോളം ചെടിക്ക് 1 കോട്ടിലിടണുള്ളൂ. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കണം ഓരോ പ്ലാന്റ്സിനും എത്ര കോട്ടിലിടണുണ്ട് എന്നുള്ളത്. ഇത് പെട്ടെന്ന് കണ്ടെത്താനുള്ളത് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. മോണോക്കോട്ട്, ഡൈക്കോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ അവിടെ മിസ്സ് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ മക്കൾ ഇത്ര ശ്രദ്ധിക്കുക. നമ്മൾ പയർ ചെടിക്ക് പീ പ്ലാന്റിന് 2 കോട്ടിലിഡനാണ്, കോണിന് 1 കോട്ടിലിഡനാണ്. ദർ ഇസ് ഓൺലി 1 കോട്ടിലിഡൻ ഇൻ എ കോൺ. നമ്മൾ കോൺ ചെടിക്ക് 1 കോട്ടിലിഡനുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ട ആ സീഡ് മുളച്ചിട്ട് ലീഫ് വരുന്നത് വരെ അവർക്ക് ഫുഡ് കൊടുക്കാനൊന്നും 1 കോട്ടിലിഡനുള്ള ആളെ കൊണ്ട് കഴിയില്ല. അപ്പോൾ അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേറൊരാൾ വരുന്നുണ്ട്, എൻഡോസ്പേം. അപ്പോൾ 1 കോട്ടിലിഡനുള്ള ആളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എൻഡോസ്പേം. അപ്പോൾ ഈ എൻഡോസ്പേം ഈ കോട്ടിലിഡനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് അവിടെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. Endosperm is the part attached to the cotyledon in plants with only 1 cotyledon. The food for the plant is obtained from the endosperm until the seed germinate and grows it leaves. അതായത് നമ്മൾ പയർ ചെടിക്ക് 2 കോട്ടിലിഡൻ ഉണ്ട്, കോണിന് 1 ഉള്ളൂ. അപ്പോൾ ഈ 1 കോട്ടിലിഡൻ ഉള്ള ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ എൻഡോസ്പേം. ഈ വേർഡ് ശ്രദ്ധിക്കണം, അതാ മിസ് റെഡിങ്ങിൽ കൊടുത്തത്. അതാണ് എൻഡോസ്പേം കേട്ടോ, അതവിടെ നോട്ട് ചെയ്യുക. Next one, seed germination. The seed becomes soaked and the outer shell burst. അതായത് നമ്മൾ വിത്ത് നട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അതിൻ്റെ ഔട്ടർ ഷെല്ല് പുറന്തൊലി പൊട്ടും. ഫസ്റ്റ് ദ റാഡിക്കിൾ ആൻഡ് ദെൻ ദ പ്ലമ്യൂൾ എമേർജ്. ആദ്യം അതിൽ നിന്ന് റാഡിക്കിളാണ് വരിക, ദെൻ പ്ലമ്യൂളാണ് വരിക. ദ റാഡിക്കിൾ ബിക്കംസ് ദ റൂട്ട് ഓഫ് ദ പ്ലാന്റ്. റാഡിക്കിൾ പിന്നെ വലുതായി കഴിഞ്ഞാൽ റൂട്ടായിട്ട് മാറും. പ്ലമ്യൂൾ ബിക്കംസ് ദ സ്റ്റെം ആൻഡ് ലീഫ്. പ്ലമ്യൂൾ പിന്നെ സ്റ്റെമ്മും ലീഫുമായിട്ട് മാറും. The growing plant consumes the food stored in the cotyledon or endosperm until photosynthesis is fully functional. അതായത് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ ലീഫിൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ. ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് വരെ ആ ഒരു സീഡിന് ഫുഡ് കൊടുക്കുന്ന ആളാണ് നമ്മളെ കോട്ടിലിഡൻ. അതിൽ 1 കോട്ടിലിഡനുള്ള ആളെ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മളെ എൻഡോസ്പേം. നമ്മൾ ഓൾറെഡി ഇതുവരെ പറഞ്ഞതൊക്കെ ടോട്ടലി നമ്മളൊന്ന് പറഞ്ഞതാണ് കേട്ടോ ഇത്.